യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തില് ഒരു അമ്മയുടെ അമ്മച്ചിയുടെ ഉമ്മയുടെ വയറ്റിൽ 2.1 കുട്ടികൾ ജനിക്കണം. ഞങ്ങൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അത് ജനിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭയവും ഈ പേടിയും ഉള്ളിലിട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കള്ളങ്ങളാണ് ഈ ലവ് ജിഹാദ്, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അവിടെ അതാണ് രാഹുലെ ആ പറഞ്ഞത് പോയിന്റാണ്. നാട്ടുകാർക്ക് പിള്ളേരെ ഉണ്ടാക്കാൻ അറിയാത്തതിന് മുസ്ലിമീങ്ങളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയിൽ ഒന്നാമതാകാൻ വേണ്ടി ഒന്നുമല്ല ഞങ്ങൾ ഈ കടപ്പുറയിലേക്ക് പോകുന്നത്. മറിച്ച് മക്കളെ കൊണ്ടുള്ള സമ്പൽ സമൃദ്ധി എന്നുള്ളത് ജീവിതത്തിന്റെ അലങ്കാരമാണ്. നമ്മുടെ ശേഷി കെടുന്ന സമയത്ത് നമുക്ക് താങ്ങാകാൻ ധാരാളം മക്കളുണ്ടാകുക എന്നുള്ളത് അതും ഒരു കരുത്തുമാണ്. എന്തിനേറെ ഞങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക തലത്തിൽ ചിന്തിക്കുമ്പോൾ മരണാനന്തരം ഞങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വന്ന് ഈ മറ്റ മക്കൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ച, അല്ല ഇത് രാജ്യം വെട്ടിപ്പെടുക്കണമെന്നോ രാജ്യത്തിലെ ജനസംഖ്യാ നിരക്കിൽ ഒന്നാമതാകണമെന്നോ ഇന്ത് വരെ കടപ്പുറയിൽ പോട്ടെ എന്റെ പൊന്നാണോ എന്റെ പൊന്നെണ്ണാ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഇങ്ങനെയൊന്നും വിചാരിക്കല്ലേ നിങ്ങൾ. നോക്കൂ, കത്തോലിക്ക സഭ അടക്കം 2 പിള്ളേരുണ്ടാക്കിയാൽ അല്ലെങ്കിൽ 3 പിള്ളേരുണ്ടാക്കിയാൽ എല്ലാ ചെലവും എല്ലാ ആനുകൂല്യവും തരാമെന്ന് പറഞ്ഞപ്പോഴും ക്രൈസ്തവ സഹോദരങ്ങൾ എന്താ പറഞ്ഞത്? എന്റെ പൊന്നാരെണ്ണ ഞങ്ങളെ കൊണ്ട് വയ്യെന്നുള്ളതാണ്. മക്കൾ ധാരാളം ഉണ്ടാക്കാനും ആ മക്കളെ ഏറ്റെടുത്ത് പഠിപ്പിച്ച് അവരെ സ്തുതിർഹമായ സ്ഥാനത്ത് എത്തിക്കാനും ഒക്കെ ഒരു മനശേഷി വേണമെന്നേ. അത് പടച്ച തമ്പുരാൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് ആരും വെള്ളമുറക്കണ്ട. രാഹുൽ ഈശ്വർ ഒഴിച്ചുള്ള നല്ലവനായ രാഹുൽ ഈശ്വർ നല്ലൊരു ഹിന്ദുവാണ്. ഈ രാഹുൽ ഈശ്വർ ഒഴിച്ചുള്ള സകല എംബോക്കികൾ ഞങ്ങളെ വിളിക്കുന്നത് മുറിയന്മാരെ എന്നാണ്. അഥവാ ഞങ്ങൾ അപൂർണന്മാരെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ എന്ത് ചെയ്യാൻ, ഈ പൂർണ്ണന്മാരായ ആളുകളുടെ പ്രത്യേകത എന്താ അറിയാവോ? ഇവനിക്കൊന്നും പിള്ളേരെ ഉണ്ടാക്കാൻ അറിയത്തില്ല, പിള്ളേരെ ഉണ്ടാക്കത്തുമില്ല. എന്നിട്ട് ഈ അപൂർണന്മാരായ ആളുകളുടെ പിള്ളേരെ കണ്ടിട്ട് ഇവനൊക്കെ ഇരുന്ന് ഇങ്ങനെ നെഞ്ചത്തരിച്ച് കരച്ചില്ല രാവിലെ മുതൽ. അവർ വളരുന്നേ, അവർക്ക് പിള്ളേരുണ്ടാകുന്നേ. എടാ, ദൈവം ഇതൊക്കെ തന്നത് പിള്ളേരുണ്ടാക്കാൻ വേണ്ടിയാ. അത് ഉണ്ടാക്കാൻ വയ്യാതെ നീയൊക്കെ നെഞ്ചത്തരിച്ച് കരഞ്ഞിട്ട് കാര്യം. കഴിഞ്ഞ ദിവസം ഒരു VHP നേതാവിന്റെ രോദനം കണ്ടില്ലേ? ഹിന്ദു യുവാക്കൾക്ക് പെണ്ണ് കിട്ടുന്നില്ലെങ്കിൽ അന്യ സമുദായത്തിൽ നിന്ന് പ്രേമിച്ചു കൊണ്ടുവരാൻ. ഇവനൊന്ന് പെണ്ണ് പോലും കൊടുക്കുന്നില്ല ആളുകൾ. ഒന്ന് കെട്ടാൻ പെണ്ണില്ല, 2 പെണ്ണും കിട്ടുന്നില്ല. അതിന് ഈ കരയാണ്, നിലവിളിക്കുകയാണ്. അതിന് ബാക്കിയുള്ള പഴികൾ മുഴുവൻ മുസ്ലിമീങ്ങൾക്ക്. അതിന്റെ പേരിൽ ലവ് ജിഹാദ്. മനശേഷിയുള്ളവന് പിള്ളേരെ ഉണ്ടാക്കും. ഇവിടെ കൃഷ്ണകുമാർ 4 പിള്ളേരുണ്ട്, സുരേഷ് ഗോപിക്കുണ്ട് അതേ കണക്കിൽ. ഇതിനൊക്കെ എന്ത് പറയണം? രാജ്യം പിടിക്കാൻ വേണ്ടിയാണെന്ന്. മേത്തിന് പിള്ളേരെ ഉണ്ടാകുന്നതിനെ കണ്ടിട്ട് പിള്ളേരെ ഉണ്ടാക്കാതെ കലങ്ങിന്റെ മൂടി കയറി ഇരുന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? എടാ, ഇതിനൊക്കെ ദൈവം തന്ന വരദാനം ഉപയോഗിക്കടാ. വീട്ടിലോട്ട് പോടാ. വൈകുന്നേരം ആകുമ്പോൾ കള്ളും കുടിച്ച് പെണ്ണുമ്പടെ നാവിക്ക് ചവിട്ടി രാവിലെ ഇറങ്ങി സർക്കാർ ഓഫീസിൽ പോകാതെ. ഞങ്ങളൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ്. എന്റെ വാപ്പ അടക്കമുള്ള ആളുകൾ കൂലിപ്പണിക്ക് പോകുന്നവരാ. ഞാനൊക്കെ ചെറിയ ശമ്പളത്തിന് കൂലി തരാം. എനിക്ക് പിള്ളേർ 32-ാമത്തെ വയസ്സിൽ 3 പിള്ളേരുണ്ട്. അടുത്ത ഉടനെ റിലീസാവും. ഇതൊക്കെ കണ്ടിട്ട് നെഞ്ചു പൊട്ടി കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? ഇതൊക്കെ പിള്ളേരെ ഉണ്ടാക്കുന്ന അവനവന്റെ ദൗത്യം നാട്ടുകാരൊന്നും വന്ന് ചെയ്യത്തില്ല. എന്നിട്ട് നമ്മുടെ പിള്ളേർ കുറഞ്ഞു കൊണ്ട് മുസ്ലിങ്ങൾ കുറയുന്നത്. ഞങ്ങൾക്ക് അവരെ 10 പിള്ളേരുണ്ടായാലും കൂലിപ്പണിക്കാരനെ നോക്കാനുള്ള മനോശേഷിയുണ്ട്. ഞങ്ങൾ ഉർവരതയില്ലാത്ത ഊഷരഭൂമിയിൽ മരുഭൂമിയിൽ കൊണ്ടിട്ടാലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മനശേഷിയുണ്ട്. അത് പടച്ചവൻ ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് കണ്ടുപിടാൻ ആരും അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളോടൊക്കെ ആയിട്ട് ഒന്നേ പറയാനുള്ളൂ, അത് കണ്ടിട്ടാടണ്ട തൊമ്മി കുഞ്ഞേ.